1 ദിനവൃത്താന്തം അധ്യായം 11. ഇസ്രായേല്യർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേല്യരും ജെറൂസലമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറൂസലം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ്യർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്ന് പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. 3 പ്രമുഖനും ഹക്മോന്യനുമായ യഷോബയാം. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് കൊന്നു. 3 രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്ദമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായിൻ താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണ് ഇത്. യോവാബിന്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും 3 പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ 3 എത്തിയില്ല. കപ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മോവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ 3 പുറമെ അവനും പ്രശസ്തനായി.
അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ: യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബേത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹാരോദിലെ ഷമ്മോത്ത്, പെലോന്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കഷിന്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യൻ സെബക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലദ്, ബെഞ്ചമിന്റെ ഗിബയായിലെ ഇർബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബെനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്യനായ അബിയേൽ, ബഹറൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സഖാറിന്റെ മകൻ അഹിയാം, ഊറിന്റെ മകൻ എലിഫാൽ, മെക്കറാത്യനായ ഫേഫർ, പെലോന്യനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാഥാന്റെ സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ മകൻ മിബ്ഹാർ, അമ്മോന്യനായ സേലഖ്, സെരൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായി, ഇത്രീയരായ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ, അഹലായുടെ മകൻ സാബാഹ്, റൂബൻ ഗോത്രജനായ ഷെസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാരനായ യോഷാഫാത്ത്, അഷ്തേറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോത്താമിന്റെ പുത്രന്മാർ ഷാമ, ജയ്യേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവന്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ യെറിബായ്, യോഷാവിയ, മോവാബ്യനായ ഇത്മ, എലിയേൽ, ഓബദ്, മെസോബ്യനായ യസിയേൽ. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 12. കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്, രണ്ടാമൻ യോവാഷ്. ഇവർ ഗബേക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലത്തും, ബറാഖ, അനാത്തോത്തിലെ യേഹു. 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദറാക്കാരൻ യോസാബാദ്, എലൂസായി, യെറിമോദ്, മെയാലിയ, ഷെമാറിയ, ഹരൂഫ്യനായ ഷഫാത്തിയ, കൊറാഹ്യരായ എൽക്കാന, ഇഷിയ, അസരേൽ, യൊവേസർ, യഷോബയാം, ഗാദോറിലെ ജെറോഹാമിന്റെ പുത്രന്മാരായ യോവേല, സബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദു വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരും ആയ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, എലിയാബ്, മിഷ്മാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹനാൻ, എൽസബാദ്,
ജെറമിയ, മക്ബനായി. ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ, യൂദാഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിന്റേതാണ്. ജസയുടെ പുത്ര, ഞങ്ങൾ നിന്നോടുകൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്ന് സൗളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിന് ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ യജമാനനായ സൗളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിക്ലാഗിൽ എത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യോസാബാദ്, എലിഹു, സില്ലേഥായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ്റെ സൈന്യം ദൈവത്തിൻ്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം സാവൂളിൻ്റെ രാജ്യം ദാവീദിന് നൽകുവാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക്: യൂദാഗോത്രത്തിൽ നിന്ന് പരിചയും കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6800. ശമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4600. അഹ്റോന്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ 3700. പരാക്രമശാലിയും യുവാവുമായ സാദോക്കും അവൻ്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും. സാവൂളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടിയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20,800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നവരും ആയ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകര നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 1,20,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോടുകൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസാക്കർ, സെബുലൂൺ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം,
കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി. 1 ദിനവൃത്താന്തം അധ്യായം 13. ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ, ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ, ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം കിരിയാഥയാറിമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേല്യരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേല്യരും യൂദായിലെ കിരിയാഥയാറിമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിൻ്റെ പേടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേല്യരും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഉസ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ എന്നറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബദ് ഏദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെ ആയിരുന്നു. കർത്താവ് ഓബദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 14. ടൈറിലെ രാജാവായ ഹീറാം ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിൻ്റെ രാജത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറൂസലമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രീപുത്രന്മാർ ഉണ്ടായി. ജെറൂസലമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, എൽപലത്ത്, നോഗ, നേഫഗ്, യാഹിയ, ഏലിഷാമ, ബേലിയാദ, എലിഫലത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്ത്യർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്ത്യർ റഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ?
കർത്താവ് അരുളിച്ചെയ്തു, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാക്പരാസിമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന് പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി. ദാവീദിന്റെ കൽപ്പന അനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്തീർ വീണ്ടും താഴ്വര ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളിച്ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാഴ്സാമരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാഴ്സാമരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്തീയ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുമ്പേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ വധിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി. 1 ദിനവൃത്താന്തം അധ്യായം 15. ദാവീദ് ജെറുസലമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലമൊരുക്കി കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേല്യരെ ജെറുസലമിൽ വിളിച്ചുകൂട്ടി. അഹ്റോന്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും 120 സഹോദരന്മാരും, മെറാറി കുടുംബത്തലവനായ അസായായും 220 സഹോദരന്മാരും, ഗർഷോം കുടുംബത്തലവനായ ജോയേലും 130 സഹോദരന്മാരും, എലിസാഫാൻ കുടുംബത്തലവനായ ഷമായായും 200 സഹോദരന്മാരും, ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും 80 സഹോദരന്മാരും, ഉസിയേൽ കുടുംബത്തലവനായ അമിനാദാബും 112 സഹോദരന്മാരും. പിന്നീട് സാദോക്ക്, അബിയാഥർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ, അസായ, ജോയേൽ, ഷമായ, എലിയേൽ, അമിനാബാദ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയേലിൻ്റെ മകൻ ഹേമാൻ, അവൻ്റെ ചാർച്ചക്കാരൻ ബറാക്കിയയുടെ മകൻ ആസാഫ്, മെറാറി കുടുംബത്തിലെ കുഷായയുടെ മകൻ ഏഥാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയ, യാസിയേൽ, ഷിമിറാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബനായ, മാസയ, മത്തീത്യ, എലിഫലേഹു, മിഗ്നയ എന്നിവരെയും ഓബദേദോം, ജയിയേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സഖറിയ, അസിയേൽ, ഷിമിറാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, മാസയ, ബനായ എന്നിവർ അലാമോത്ത് രാഗത്തിൽ കിന്നരം വായിച്ചു.
മത്തീത്യ, എലിഫലേഹു, മിക്നയ, ഓബദ് ഏദോം, ജയ്യേൽ, അസാസിയ എന്നിവർ ഷമീനീത് രാഗത്തിൽ വീണ വായിച്ചു. ലേവ്യരിൽ സംഗീതജ്ഞനായ കെനനിയ ഗായകസംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബറാഖ്യ, എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിൻ്റെ കാവൽക്കാർ. ഷബാനിയ, യോസഫാത്ത്, നെഥാനേൽ, അമസായി, സക്കറിയ, ബനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിനു മുൻപിൽ കാഹളം മുഴക്കി. ഓബദേദോം, യഹിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായകസംഘത്തിൻ്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു. Chapter 11. Then all Israel gathered about David in Hebron, and they said, Surely we are of the same bone and flesh as you. Even formerly when Saul was still the king, it was you who led Israel in all its battles. And now the Lord your God has said to you, You shall shepherd my people Israel, and be ruler over them. Then all the elders of Israel came to the king at Hebron, and there David made a covenant with them in the presence of the Lord. And they anointed him king over Israel in accordance with the word of the Lord as revealed through Samuel. Then David and all Israel went to Jerusalem, that is Jebus, where the natives of the land were called Jebusites. The inhabitants of Jebus said to David, You shall not enter here. David nevertheless captured the fortress of Sion, which is the city of David. David said, Whoever strikes the Jebusites first shall be made the chief commander. Joab the son of Zeruiah was the first to go up, and so he became chief. David took up his residence in the fortress, which thenceforth was called the city of David. He rebuilt the city on all sides, from the Milo all the way around, while Joab restored the rest of the city. David became more and more powerful, for the Lord of hosts was with him. These were David's chief warriors, who together with all Israel supported him in his reign in order to make him true king, even as the Lord had commanded concerning Israel. Here is the list of David's warriors. Ishbaal, the son of Hachmoni, chief of the 3, he brandished his spear against 300, whom he slew in a single encounter. Next to him Eleazar, the son of Dodo the Ahohite, one of the 3 warriors. He was with David at Pas Damim, where the Philistines had massed for battle. The plowland was fully planted with barley, but its defenders were retreating before the Philistines. He made a stand on the sown ground, kept it safe, and cut down the Philistines. Thus the Lord brought about a great victory. 3 of the 30 chiefs went down to the rock, to David, who was in the cave of Adullam, while the Philistines were encamped in the valley of Rephaim. David was then in the stronghold, and a Philistine garrison was at Bethlehem. David expressed a desire, Oh, that someone would give me a drink from the cistern that is by the gate at Bethlehem. Thereupon the 3 broke through the encampment of the Philistines, drew water from the cistern by the gate at Bethlehem, and carried it back to David. But David refused to drink it. Instead he poured it out as a libation to the Lord, saying, God forbid that I should do such a thing. Could I drink the blood of these men who risked their lives? For at the risk of their lives they brought it, and so he refused to drink it.
Such deeds as these the 3 warriors performed. Abishai, the brother of Joab, he was the chief of the 30. He brandished his spear against 300 and slew them. Thus he had a reputation like that of the 3. He was twice as famous as any of the 30 and became their commander, but he did not attain to the 3. Benaiah, the son of Jehoiada, a valiant man of mighty deeds, from Kabzeel, he killed the 2 sons of Ariel of Moab, and also on a snowy day he went down and killed the lion in the cistern. He likewise slew the Egyptian, a huge man 5 cubits tall. The Egyptian carried a spear that was like a weaver's heddle-bar, but he came against him with a staff, wrested the spear from the Egyptian's hand, and killed him with his own spear. Such deeds as these of Benaiah, the son of Jehoiada, gave him a reputation like that of the 3. He was more famous than any of the 30, but he did not attain to the 3. David put him in charge of his bodyguard. Also these warriors, Asahel, the brother of Joab, Elhanan, son of Dodo, from Bethlehem, Shamuth, from En-Harod, Helez, from Paltai, Ira, son of Ikesh, from Tekoa, Abiezer, from Anathoth, Sibbecai, from Husha, Eli, from Aho, Maharai, from Netophah, Heled, son of Baana, from Netophah, Ithai, son of Ribai, from Gibeah of Benjamin, Benaiah from Pirathon, Huarai from the valley of Gaiash, Abiel from Beth Araba, Asmaveth from Bahurim, Eliabah from Shaalbon, Jashan the Gunite, Jonathan son of Shagi from En-Harod, Ahiam son of Sekar from En-Harod, Eliphaleth son of Ahasabai from Beth-Maacah, Ahijah from Gilo, Hezro from Carmel, Nearai the son of Ezbai, Joel brother of Nathan from Rehob the Gadite, Zelek the Ammonite, Neharai from Beeroth, the armor-bearer of Joab son of Zeruiah, Ira from Jatir, Gareb from Jatir, Uriah the Hittite, Zabad son of Alai, and in addition to the 30, Adinah son of Shiza the Reubenite, chief of the tribe of Reuben, Hanan from Beth-Maacah, Joshaphat the Mithnite, Uzziah from Ashteroth, Shema and Jael, sons of Hotham from Aroer, Jediel son of Shimri, and Joah his brother, the Tizite, Eliel the Mahavite, Zerubai and Joshaviah, sons of Elneam, Ithma from Moab, Eliel, Obed, and Jeaziel the Mazobian. Chapter 12. The following men came to David in Ziklag while he was still under banishment from Saul, son of Kish. They too were among the warriors who helped him in his battles. They were archers who could use either the right or the left hand, both in slinging stones and in shooting arrows with the bow. They were some of Saul's kinsmen from Benjamin. Ahiezer was their chief, along with Joash, both sons of Shemaiah of Gibeah, also Jeziel and Pelet, sons of Asmaveth, Berakah, Jehu from Anathoth, Ishmaiah the Gibeonite, a warrior on the level of the 30, and in addition to their number, Jeremiah, Jahaziel, Johanan, Jozabad from Giderah, Eluzai, Jeremoth, Beeliah, Sheremiah, Shephatiah the Haruphite, Elkanah, Ishiah, Azarel, Joezer, and Ishbaal, who were Korahites, Joelah, finally, and Zebadiah, sons of Jeroham from Gedor. Some of the Gadites also went over to David when he was at the stronghold in the wilderness. They were valiant warriors, experienced soldiers equipped with shield and spear, who bore themselves like lions, and were as swift as the gazelles on the mountains. Ezer was their chief, Obadiah was second, Eliab third, Mishmanah fourth, Jeremiah fifth, Attai sixth, Eliel seventh, Johanan eighth, Elzebad ninth, Jeremiah 10th, and Machbenai 11th. These Gadites were army commanders, the lesser placed over hundreds, and the greater over thousands. It was they who crossed over the Jordan when it was overflowing both its banks in the first month, and dispersed all who were in the valleys to the east and to the west. Some Benjaminites and Judahites also came to David at the stronghold. David went out to meet them and addressed them in these words,
If you come peacefully to help me, I am of a mind to have you join me. But if you have come to betray me to my enemies, though my hands have done no wrong, may the God of our fathers see and punish you." Then spirit enveloped Amasai, the chief of the 30, who spoke, "We are yours, O David. We are with you, O son of Jesse. Peace, peace to you, and peace to him who helps you. Your God it is who helps you." So David received them and placed them among the leaders of his troops. Men from Manasseh also deserted to David when he came with the Philistines to battle against Saul. However, he did not help the Philistines, for their lords took counsel and sent him home, saying, "At the cost of our heads he will desert to his master Saul." As he was returning to Ziklag, therefore, these deserted to him from Manasseh: Adnah, Jozabad, Jedael, Michael, Jozabad, Elihud, and Zilithai, chiefs of thousands of Manasseh. They helped David by taking charge of his troops, for they were all warriors and became commanders of his army. And from day to day men kept coming to David's help until there was a vast encampment, like an encampment of angels. This is the muster of the detachments of armed troops that came to David at Hebron to transfer to him Saul's kingdom, as the Lord had ordained. Judahites bearing shields and spears, 6,800 armed troops. Of the Simeonites, warriors fit for battle, 7,100. Of the Levites, 4,600, along with Jehoiada, leader of the line of Aaron, with another 3,700, and Zadok, a young warrior, with 22 princes of his father's house. Of the Benjaminites, the brethren of Saul, 3,000, until this time most of them had held their allegiance to the house of Saul. Of the Ephraimites, 20,800 warriors, men renowned in their ancestral houses. Of the half-tribe of Manasseh, 18,000 designated by name to come and make David king. Of the Issacharites, their chiefs, who were endowed with an understanding of the times, and who knew what Israel had to do, 200 chiefs, together with all their brethren under their command. From Zebulun, men fit for military service, set in battle array with every kind of weapon for war, 50,000 men rallying with a single purpose. From Naphtali, 1,000 captains, and with them, armed with shield and lance, 37,000 men. Of the Danites, set in battle array, 28,600. From Asher, fit for military service and set in battle array, 40,000. From the other side of the Jordan, of the Reubenites, Gadites, and the half-tribe of Manasseh, men equipped with every kind of weapon of war, 120,000. All these soldiers, drawn up in battle order, came to Hebron with the resolute intention of making David king over all Israel. The rest of Israel was likewise of one mind to make David king. They remained with David for 3 days, feasting and drinking, for their brethren had prepared for them. Moreover, their neighbors from as far as Issachar, Zebulun, and Naphtali came, bringing food on asses, camels, mules, and oxen, provisions in great quantity of meal, pressed figs, raisins, wine, oil, oxen, and sheep. For there was rejoicing in Israel. Chapter 13. After David had taken counsel with his commanders of thousands and of hundreds, that is to say, with every one of his leaders, he said to the whole assembly of Israel, "If it seems good to you, and is so decreed by the Lord our God, let us summon the rest of our brethren from all the districts of Israel, and also the priests and the Levites from their cities with pasture lands, that they may join us. And let us bring the ark of our God here among us, for in the days of Saul we did not visit it." And the whole assembly agreed to do this, for the idea was pleasing to all the people. Then David assembled all Israel from Shihor of Egypt to Labo of Hamath, to bring the ark of God from Kiriath Jearim. David and all Israel went up to Baalah, that is, to Kiriath Jearim of Judah, to bring back the ark of God, which was known by the name Lord enthroned upon the cherubim.
They transported the ark of God on a new cart from the house of Abinadab. Uzzah and Ahio were guiding the cart, while David and all Israel danced before God with great enthusiasm, amid songs and music on lyres, harps, tambourines, cymbals, and trumpets. As they reached the threshing floor of Kidon, Uzzah stretched out his hand to steady the ark, for the oxen were upsetting it. Then the Lord became angry with Uzzah and struck him. He died there in God's presence, because he had laid his hand on the ark. David was disturbed because the Lord's anger had broken out against Uzzah. Therefore that place has been called Perez Uzzah even to this day. David was now afraid of God, and he said, "How can I bring the ark of God with me?" Therefore he did not take the ark back with him to the city of David, but he took it instead to the house of Obed-Edom the Gittite. The ark of God remained in the house of Obed-Edom with his family for 3 months, and the Lord blessed Obed-Edom's household and all that he possessed. Chapter 14. Hiram, king of Tyre, sent envoys to David along with masons and carpenters and cedar wood to build him a house. David now understood that the Lord had truly confirmed him as king over Israel, for his kingdom was greatly exalted for the sake of his people Israel. David took other wives in Jerusalem and became the father of more sons and daughters. These are the names of those who were born to him in Jerusalem: Shammua, Shobab, Nathan, Solomon, Ibhar, Elishua, Elpelet, Nogah, Nepheg, Japhiah, Elishama, Beelida, and Eliphelet. When the Philistines had heard that David was anointed king over all Israel, they went up in unison to seek him out. But when David heard of this, he marched out against them. Meanwhile the Philistines had come and raided the valley of Rephaim. David inquired of God, "Shall I advance against the Philistines, and will you deliver them into my power?" The Lord answered him, "Advance, for I will deliver them into your power." They advanced therefore to Baal-perazim, and David defeated them there. Then David said, "God has used me to break through my enemies, just as water breaks through a dam." Therefore that place was called Baal-perazim. The Philistines had left their gods there, and David ordered them to be burnt. Once again the Philistines raided the valley, and again David inquired of God, but God answered him, "Do not try to pursue them, but go around them and come upon them from the direction of the mastic trees. When you hear the sound of marching in the tops of the mastic trees, then go forth to battle, for God has already gone before you to strike the army of the Philistines." David did as God commanded him, and they routed the Philistine army from Gibeon to Gezer. Thus David's fame was spread abroad through every land, and the Lord made all the nations fear him. Chapter 15. David built houses for himself in the city of David, and prepared a place for the ark of God, pitching a tent for it there. At that time he said, "No one may carry the ark of God except the Levites, for the Lord chose them to carry the ark of the Lord, and to minister to him forever." Then David assembled all Israel in Jerusalem to bring the ark of the Lord to the place which he had prepared for it. David also called together the sons of Aaron and the Levites. Of the sons of Kohath, Uriel, their chief, and 120 of his brethren. Of the sons of Merari, Asaiah their chief, and 220 of his brethren. Of the sons of Gershon, Joel their chief, and 130 of his brethren. Of the sons of Elisaphan, Shemaiah their chief, and 200 of his brethren. Of the sons of Hebron, Eliel their chief, and 80 of his brethren. Of the sons of Uzziel, Aminadab their chief, and 112 of his brethren. David summoned the priests Zadok and Abiathar, and the Levites Uriel, Asaiah, Joel, Shemaiah, Eliel, and Aminadab, and said to them, "You
the heads of the Levitical families, must sanctify yourselves along with your brethren, and bring the ark of the Lord, the God of Israel, to the place which I have prepared for it. Because you were not with us the first time, the wrath of the Lord our God burst upon us, for we did not seek him aright. Accordingly, the priests and the Levites sanctified themselves to bring up the ark of the Lord, the God of Israel. The Levites bore the ark of God on their shoulders with poles, as Moses had ordained according to the word of the Lord. David commanded the chiefs of the Levites to appoint their brethren as chanters, to play on musical instruments, harps, lyres, and cymbals, to make a loud sound of rejoicing. Therefore the Levites appointed Heman, son of Joel, and among his brethren Asaph, son of Berechiah, and among the sons of Merari, their brethren, Ethan, son of Cushaiah. And together with these their brethren of the second rank, the gatekeepers, Zechariah, Uzziel, Shemiramoth, Jehiel, Unai, Eliab, Benaiah, Maaseiah, Mattithiah, Eliphelehu, Mikneiah, Obed-Edom, and Jael. The chanters, Heman, Asaph, and Ethan, sounded brass cymbals. Zechariah, Uzziel, Shemiramoth, Jehiel, Unai, Eliab, Maaseiah, and Benaiah played on harps set to Alamoth. But Mattithiah, Eliphelehu, Mikneiah, Obed-Edom, and Jael led the chant on lyres set to the eighth. Kenaiah was the chief of the Levites in the chanting. He directed the chanting, for he was skillful. Berechiah and Elkanah were gatekeepers before the ark. The priests Shebaniah, Joshaphat, Nethanel, Amasai, Zechariah, Benaiah, and Eleazar sounded the trumpets before the ark of God. Obed-Edom and Jael were also gatekeepers before the ark. Thus David, the elders of Israel, and the commanders of thousands went to bring up the ark of the covenant of the Lord with joy from the house of Obed-Edom. While the Levites, with God's help, were bearing the ark of the covenant of the Lord, 7 bulls and 7 rams were sacrificed. David was clothed in a robe of fine linen, as were all the Levites who carried the ark, the singers, and Kenaiah, the leader of the chant. David was also wearing a linen ephod. Thus all Israel brought back the ark of the covenant of the Lord with joyful shouting, and to the sound of horns, trumpets, and cymbals, and the music of harps and lyres. But as the ark of the covenant of the Lord was entering the city of David, Michal, the daughter of Saul, looked down from her window, and when she saw King David leaping and dancing, she despised him in her heart.